Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഒരു അൺബോക്സിംഗ് ആണ്. ചെറിയൊരു മൈക്ക് അൺബോക്സ് ചെയ്യുന്നതാണ്. അതായത് എൻ്റെ പോലെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ സൗണ്ട് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു മൈക്ക് വെച്ചിട്ടാണ്. അതായത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ബോയ എന്ന കമ്പനിയുടെ ഒരു മൈക്രോഫോൺ അൺബോക്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ മൈക്ക് വളരെ ഉപകാരമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു മൈക്കാണിത്. അപ്പൊ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ ഇതിൽ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ എന്റെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആപ്പും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു ബോക്സിലാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ബോക്സിൽ തന്നെയാണ് അവർ പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത്, അയച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഈ ബോക്സിൽ നിന്ന് ഓപ്പൺ ആക്കാം. അങ്ങനെ ഉള്ളിൽ അങ്ങനെ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ നല്ല ഇതിലായിട്ട് തന്നെ അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഡാമേജ് വരണ്ട, കേട് വരണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. അതിന് ഏകദേശം നമുക്ക് മനസ്സിലാവാതെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബോക്സ് ഉണ്ടാവുക. ഇതിൻ്റെ കമ്പനിയുടെ ബോയ BY-M1 എന്നുള്ള മോഡലാണിത്. നമുക്ക് ടാബിൽ യൂസ് ചെയ്യാം, കാർഡിൽ യൂസ് ചെയ്യാം, DSLR ഉപയോഗിക്കാം, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം, ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതേപോലെ നമ്മുടെ പള്ളിക്ക് ഉസ്താദ്മാർക്കൊക്കെ മറ്റേ മോസ്കിറ്റോസിലൊക്കെ നമുക്കിത് വന്ന് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു സഞ്ചിയാണ് ഈ പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്. 2-3 പേപ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. വാറണ്ടി കാർഡ് കളയരുത് നമ്മൾ, കാരണം നമ്മൾ ബില്ല് ഉണ്ടായാൽ മതി കയ്യിൽ. എന്നാലും അവർ പ്രൊസീജിയർ എങ്ങനെ അറിയില്ല. അപ്പോൾ വാറണ്ടി കാർഡ് വേണം. പിന്നുള്ളൊരു ചെറിയൊരു ബുക്ക്ലെറ്റാണ്, അതായത് യൂസർ മാനുവലിൻ്റെ ബുക്ക്ലെറ്റാണ്. നമ്മളൊരു ഇതൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കും, പക്ഷേ ഇത് റീഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇതിൽ കുറേ കാലത്തിൻ്റെ യൂസേജ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഇതിലാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യം ബാറ്ററി ഒന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഞാൻ ബാറ്ററി യൂസ് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാണ്ട് ഇതിൻ്റെ ബാറ്ററി യൂസ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂസർ മാനുവൽ, യൂസർ ഗൈഡ് അതൊന്നും ജസ്റ്റ് തള്ളിക്കളയാനുള്ള സാധനമല്ല. അത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സഞ്ചിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കാം. നല്ല ക്വാളിറ്റി സഞ്ചി യൂസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഇതിലേക്ക് ആക്കി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ സാധാ കവറിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെ മടക്കി ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കേട് വരാൻ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, മൈക്രോഫോൺ നല്ല ലെങ്ത്തുള്ള കേബിളാണ് ഇതിന് വരുന്നത്. ഏകദേശം 10-15 മീറ്ററോളം ലെങ്ത് ഉണ്ട് ഇതിന്. ഡിസ്പ്ലേ നമുക്ക് കുറച്ച് ലോക്കും പിന്നെ ഒരു കണക്ടേഴ്സും സീമാസൊക്കെ ഉള്ളൊരു ബാറ്ററിക്ക് ഉള്ളൊരു കവർ അഡീഷണൽ ആദ്യം ഉണ്ടാവും. നമുക്ക് ബാറ്ററി 2 ഭാഗമാണ് ഇവിടെ. തിരിച്ച് അത് ഓപ്പൺ ആക്കുക. അവിടെ ഗ്യാപ്പിൽ ബാറ്ററി ഇടാനുള്ളതാണ്. മെയിനായിട്ട് ക്യാമറ യൂസ് ചെയ്യും, DSLR ഉപയോഗിക്കുമ്പോഴാണ് ഈ ബാറ്ററി മെയിനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. എന്നാലും മൊബൈലിലും ഞാൻ യൂസ് ചെയ്ത് വിത്തൗട്ട് ബാറ്ററി ഞാൻ യൂസ് ചെയ്ത് നോക്കി. നല്ല സൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി യൂസ് ചെയ്താൽ തന്നെ ഇത് ഉപയോഗിക്കണം. മൊബൈലിലായാലും പ്രത്യേകം ശ്രദ്ധിക്കുക.
കവറിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഒന്ന് മൈക്കാരുണ്ടായിട്ട് കൂടെ അതിൻ്റെ ചെറിയൊരു പഞ്ഞി പോലത്തൊരു നമ്മൾ പിന്നെ അങ്ങോട്ടൊന്ന് തട്ടേണ്ട അതിൻ്റെ കേടരാക്കാൻ പിന്നെ ആ നോയ്സ് ഒഴിവാക്കാനുള്ളൊരു സെറ്റുമ്പാടാണ് ഈ പഞ്ഞി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പ്രോപ്പറായി കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിങ്ങനെ വീഴുന്നു, അതിന് ഊരിപ്പോന്നുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ ചെറിയൊരു ബാറ്ററി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ബാറ്ററി ഉണ്ട്, ആ ബാറ്ററി ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ടാവും. നല്ലൊരു ക്വാളിറ്റി കവറിലാണ് ആ ബാറ്ററി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കുന്നത് ഒരു ഫേക്ക് അല്ലെങ്കിൽ ഉടായ്പ പരിപാടി എല്ലാം തന്നെ മനസ്സിലാക്കാം. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നത്. ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. നമ്മൾ ഈ ശ്രദ്ധിക്കാതെ നമ്മൾ യൂട്യൂബിനൊക്കെ വേണ്ടി ഫസ്റ്റ് അതിനെപ്പോലത്തെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വലിയ വലിയ എക്സ്പെൻസ് ഒക്കെ ചിലവാക്കിയ കുറേ യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും മതിയായ ഇത് കിട്ടിയിട്ടില്ല. അപ്പം ഫസ്റ്റൊക്കെ നമ്മൾ ഇങ്ങനത്തെ വില കുറഞ്ഞ ക്വാളിറ്റിയുള്ള സാധനം നോക്കി പിന്നെ നമുക്ക് ഗ്രോ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ബാറ്ററി നമുക്കതിൽ വെക്കാം. അതിൽ കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അത് പ്ലസ് മൈനസ് ഏത് പൊസിഷനിലാണ് അങ്ങനെ ഏത് ഡയറക്ഷനിലാണ് വരേണ്ടത് നോക്കട്ടെ. അത് അതേപോലെ കണക്ട് ചെയ്യണം. തിരിച്ച് മറിച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും വർക്ക് ചെയ്യില്ല. അപ്പോൾ അതായത് വെച്ചു. ഇതിന് നമുക്ക് ആ ടോപ്പ് ക്ലോസ് ചെയ്യാം. പിന്നുള്ള കവറിൽ പിന്നൊന്നുള്ളത് 2 സാധനം പാടുണ്ട്. എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതന്നെ നമ്മൾ ഷർട്ടിലൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഒരു DSLR അതേപോലെ വലിയ വലിയ മൈക്ക് സെറ്റിനൊക്കെ കണക്ട് ചെയ്യാനുള്ള കണക്ടറും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ യൂസർ മാനുവലിൻ്റെ ബുക്കിൽ പറയേണ്ടത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിക്കൊണ്ടു. ഓക്കെ, അതേപോലെ വെച്ചാണ് നമ്മൾ ഷർട്ട് മേലെവിടെയും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും. മറ്റേത് ആ വെയിറ്റ് കൊണ്ട് താഴോട്ട് നമ്മൾ അതിൽ നിന്നും പോരും. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് വാങ്ങാൻ നോക്കുക. അതിനെപ്പോലത്തെ ആളുകൾക്ക് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സാധനമാണത്. അപ്പോൾ വാങ്ങാൻ നോക്കുക. അത് ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സാർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം. ഞാൻ അതിന്റെ റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.